ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലനിൽപ്പ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പേരിലാണ്, അതിനു വേണ്ടിയിട്ടാണ് അവർ പോരാട്ടം നടത്തുന്നത്. പക്ഷേ അവിടെ സംഘർഷം നടക്കുന്നത് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറമാണെങ്കിൽ പോലും ഇവിടെ നമ്മളെ നേരിട്ട് ബാധിക്കാത്ത വിഷയങ്ങളിൽ വലിയ രീതിയിൽ ഈ പ്രസ്താവന നടത്താൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഭയങ്കര വലിയൊരു ആവേശമാണ്. ഇവർ പ്രസ്താവന നടത്തുന്നത് കേട്ടാൽ തോന്നും ഇവിടെ കേരളത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവർ സോൾവ് ചെയ്ത് കേരളത്തെ സമത്വസുന്ദര ദേശമാക്കിയിട്ടാണ് ഇവർ ഇറാൻ്റെ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത് എന്ന് ഇവരുടെ പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് തോന്നും. ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഒരു ഇരയാണ്. വേട്ടക്കാരായിട്ട് നിലനിൽക്കുന്നത് ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘടനകളാണ്. പ്രത്യേകിച്ച് ഹമാസ് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്നു, ഹുതികൾ ആക്രമണം നടത്തുന്നു, ഹിസ്ബുള്ളകൾ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇരയായിട്ട് നിൽക്കുന്ന ഒരു ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ടതിന് പകരം തീവ്രവാദത്തെ ചെലവും കൊടുത്ത് വളർത്തുന്ന ഇറാനൊപ്പം നിൽക്കുന്ന, ഇറാനെ ഒപ്പം നിർത്തുന്ന അല്ലെങ്കിൽ ഇറാന് വേണ്ടി ശബ്ദിക്കുന്ന പ്രസ്താവനകൾ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ലോകത്ത് പല മേഖലകളിലും സംഘർഷം നടക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ തമ്മിൽ സംഘർഷം നടക്കുന്നുണ്ട്. സൗദിയും ഹൂതികളും തമ്മിൽ സംഘർഷം നടക്കുന്നുണ്ട്. തുർക്കിയും കുർദുകളും തമ്മിൽ സംഘർഷം നടക്കുന്നുണ്ട്. പാകിസ്ഥാനും ബലൂചിസ്ഥാനും തമ്മിൽ സംഘർഷം നടക്കുന്നുണ്ട്. ചൈനയും അവിടെ ഉയ്ഗർ മുസ്ലിംസും തമ്മിൽ അവിടെ സംഘർഷം നടക്കുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലൊന്നും ഇവർ ആരുടെയും പക്ഷം പിടിക്കുന്നില്ല. ഇസ്രായേൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇസ്രായേലിൻ്റെ മറുപക്ഷം അല്ലെങ്കിൽ ഇസ്രായേലിനൊരു വേട്ടക്കാരനായിട്ട് ചിത്രീകരിച്ച് ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്ന ഒരു പ്രവണത, അതിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ഇവരുടെ ഒരു വോട്ട് ബാങ്ക് ലാക്കാക്കിയുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒരു മുഖം, അതിൻ്റെ ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമാണ്.